ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ സാധിച്ച ഋഷിച്ചൻ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ആ ഭാവന നോക്കൂ നിങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഇന്നിപ്പോ നമ്മൾ ഏറെക്കുറെ പറയാൻ പറ്റാത്തവരായി തീർന്നു. ഇന്നിപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കാലം നമ്മൾ മാറ്റി. പിന്നീട് പറയുന്ന ഭഗവാൻ താമസ ഭക്ഷണം. യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചെയ്ത്. അതായത് പഴം കൂട്ടാൻ കഴിക്കുക. പഴം കൂട്ടാൻ എന്ന് പറഞ്ഞാൽ പഴം കൂട്ടാനല്ല, പഴയും കൂട്ടാൻ. ഓരോ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലല്ലോ കഴിഞ്ഞ ഓണത്തിന്റെ പായസം ഉണ്ടാവും എടുത്തു വെച്ചിട്ട്. എത്ര തൊലിക്കെട്ടിയാ നോക്കൂ. അതെ, കാളൻ ഒരാഴ്ച. ഇപ്പം നിങ്ങളിങ്ങോട്ട് വരുമ്പം തന്നെ ഓരോ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു മാസത്തേക്കുള്ള സാമ്പാർ. കാളൻ ഇനിയും കുഴപ്പമില്ല. ആ പെട്ടി വന്നതോടുകൂടിയിട്ട് സൗകര്യായി. എന്തുണ്ടാക്കിയാലും അതിന്റെ അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കി പിന്നെ മൈക്രോവനും വന്നു ഒന്ന് തണുപ്പിക്കാനും. അതുകൊണ്ടായിരിക്കാം മരിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് പ്രതിജ്ഞ ചെയ്യുന്നത്, ഞാനും നിങ്ങളെ കുറച്ചു ദിവസം അതിൽ കടത്തുന്നു. മിക്കവാറും ആളുകൾ മരിച്ചു കഴിഞ്ഞാലല്ലോ പെട്ടെന്ന് അവരെ ക്രിമേറ്റ് ചെയ്യാൻ കൊണ്ടുപോയില്ല. ഒരു 2 ദിവസത്തേക്കെങ്കിലും ബോക്സിൽ ഐസിലൊക്കെ ഇട്ടുവെച്ച് അതിലത്തെ സാധനം കഴിച്ചു ശീലിച്ചതല്ലേ. അപ്പൊ ആ സംസ്കാരം കുറച്ച് ശരീരത്തിലുണ്ടാവണമല്ലോ. നോക്കും നിങ്ങൾ. അങ്ങനെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരാണ് താമസം. അപ്പൊ നമുക്ക് ഇത്തിരി താമസം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഒരു താമസം എന്ന് പറഞ്ഞാൽ മറവി. ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. കൂടുതൽ നമ്മുടെ ബുദ്ധി പെട്ടെന്നൊന്നും പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കും എപ്പെന്നറിയോ? താമസിച്ച്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഓർമ്മ ഉണ്ടാവുള്ളൂ ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു എന്ന്. അതുവരെ ഓർമ്മ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും നാട്ടിൽ നിന്ന് വരികയാണേ, എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ എങ്ങനെയുള്ള ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ബോംബെയിലും മദ്രാസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഫാമിലി വരുമ്പം അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം അവര് അവിടുന്ന് പെറുക്കി കൊണ്ടുവരും. അങ്ങനെ 10-20 കിലോമീറ്റർ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, നിനക്ക് ഇതൊക്കെ എടുക്കാന്നുണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ടിൽ അലമാരയും കൂടെ എടുക്കായിരുന്നില്ലേ എന്ന്. എന്നിട്ട് എവിടെ വെക്കും? ഫ്ലാറ്റിൽ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നല്ല, എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ടിക്കറ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന്. അതെടുത്തിട്ടില്ലേ? ധൃതിയില് ചാക്കയും മാങ്ങയും പാക്ക് ചെയ്തപ്പോ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണാൻ നിൽക്കുക. ഇപ്രകാരം ഓരോ സാത്വികമായിട്ടുള്ള സാധനങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട് പറയാണ്. പിന്നെ അതിനുശേഷം ഭഗവാൻ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാഷ്ടാദശോധ്യായ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേതിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശീനിഷൂദനാം. ശ്രീഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദും സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാം. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിനാം. യജ്ഞദാനതപഃകർമ്മ യത്യജാമിതി ചാപരേ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ. ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധഃ സംപ്രകീർത്തിതാം. യജ്ഞദാനതപഃകർമ്മ
നത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാൽ തസ്യ പരിത്യാഗ താമസഃ പരികീർത്തിതാം ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത്യജേ സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേ കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ നദേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്യതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയാം നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതാം യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത് പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തദാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭീ കർമ്മ പ്രാരഭതേ നരാം ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവാ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യ കൃതബുദ്ധിത്വാൽ ന സ പശ്യതി ദുർമതി യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാ വിഷയിമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മചോദനാ കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹം ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിദൈവ ഗുണഭേദദാം പ്രോച്യതേ ഗുണസംജ്ഞാനേ യഥാവൽ ശൃണുതാന്വപി സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്ത
വിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിദാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതർത്വാർത്ഥവദൽപം ച തൽതാമസമുദാഹൃതം നിയതം സംഗരഹിതം അരാഗദ്വേഷദകൃതം അഫലപ്രേപ്സുനാ കർമ്മ യൽസത്സാത്വികമുച്യതേ യത്തത്സാത്വികമുച്യതേ യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാപ്പുനാ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യൽതൽതാമസമുച്യതേ മുക്തസംഗോനഹം വാദി ധൃത്വിൽസാഹസമന്വിതാ സിദ്ധ്യസിദ്ധ്യോ നിർവികാര കർത്താ സാത്വിക ഉച്യതേ രാഗീ കർമ്മഫലപ്രേപ്സു ലുബ്ധോ ഹിംസാത്മകോ ശുചീ ഹർഷശോകാന്വിതഃ കർത്താ രാജസപരികീർത്തിതാ അയുക്തപ്രാകൃതസ്തബ്ധ ഷഡോ നൈഷ്കൃതികോലസാ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതത്രിവിധം ശൃണു പ്രോച്യമാനാമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥസാത്വികീ യയാ ധർമ്മമധർമ്മം ച കാര്യം ച കാര്യമേവ ച അയദാവൽ പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസീ അധർമ്മം ധർമ്മമിതീയാം മന്യതേ തമസാവൃതാം സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥതാമസീ ധൃത്വാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാം യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥസാത്വികീ യയാ തു ധർമ്മകാമാർത്ഥാൻ ധൃത്വാ ധാരയതേർജുനാ പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥരാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥതാമസീ
സുഖം തിദാനിം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാൽ രമതേ യത്ര ദുഃഖാന്തം ന നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം അൽസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം വിഷയേന്ദ്രിയ സംയോഗാൽ യത്യദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനാം നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവീ ദേവേഷു വാ പുനാം സത്വം പ്രകൃതിചൈർമുക്തം യദേഭി സ്യാൽ ത്രിഭിർഗുണൈഃ ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപാം കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ ശമോദമസ്തപഃശൗചം ചാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ശൗര്യം തേജോ ധൃതേദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം സ്വേ സ്വേ കർമ്മണ്യഭിരതാ സംസിദ്ധിം ലഭതേ നരാം സ്വകർമ്മനിരതസിദ്ധിം യഥാ വിന്ദതി തശൃണു യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവാം ശ്രേയാൻ സ്വധർമ്മോ വിഗുണാ പരധർമാൽ സ്വനുഷ്ഠിതാ സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാ അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹാ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധ്യം പ്രാപ്തോ യദാ ബ്രഹ്മ തദാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച
ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യത വിവിക്തസേവീ ലഗ്വാശീ യതവാക്കായ മാനസാം ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതാം അഹങ്കാരം ഫലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മബോധപ്രസന്നാത്മാ ന ശോചതി ന കാഞ്ചതി സമഃ സർവേഷു ഭൂതേഷു മൽഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാമഭിജാനാതി യാവാന്യസ്യാസ്മി തത്വതാം തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യഭിസദാ കുർവാണോ മൽവ്യപാശ്രയാം മൽപ്രസാദാദമാപ്നോതി ശാശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി മയി സന്യസ്യ മൽപരാം ബുദ്ധിയോഗമുപാശ്രിത്യ മच्चित्तसततं ഭവാം മच्चित्त സർവദുർഗാണി മൽപ്രസാദാത് തരിഷ്യസി അത ചേത്വമഹങ്കാരാൻ ന ശ്രോഷസി വിനങ്ക്ഷസി യദഹങ്കാരമാശ്രിത്യ നയോത്സയിതി മന്യസേ നിത്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാൽ കരിഷ്യസ്യ വശോപി തത് ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേऽർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരം മയാ വിമൃശേതശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വചം ഇഷ്ടോऽസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം മന്മനാ ഭവ മൽഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശസി സത്യം തേ പ്രതിജാനേ പ്രിയോऽസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച ഇദം തേ നാതപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോऽഭ്യസൂയതി
യ ഇമം പരമം ഗുഹ്യം മൽഭക്തേഷു വിദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശത്യ സംശയാം നജ തസ്മാൽ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമാം ഭവിതാനജ മേ തസ്മാൽ അന്യപ്രിയതരോ ഭുവി അദ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്വാമിതി മേ മതീ ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരാം സോപി മുക്തശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കശ്ചിദേതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസാം കശ്ചിദജ്ഞാനസമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയാ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ ത്വൽപ്രസാദാൽമയാച്യുതാം സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അർജുന സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനാം സംവാദമിമമശ്രൗഷം അത്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാൽ ശ്രുതവാൻ ഏതൽ ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാൽ കൃഷ്ണാൽ സാക്ഷാൽ കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമമത്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരാം തത്ര ശ്രീവിജയോ ബോധിർ ധ്രുവാനീതിർമതിർമമ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരാം തത്ര ശ്രീവിജയോ ബോധിർ ധ്രുവാനീതിർമതിർമമ. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ അഷ്ടാദശോऽധ്യായः. സ്വകർമ്മനിരതസിദ്ധിം യദാ വിന്ദതി തശൃണു. സിദ്ധിം വിന്ദതി തഥാ യഥാ എപ്രകാരമാണ് സിദ്ധിം എന്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയെന്ന് കേട്ടുകൊള്ളൂ. സ്വേസേ കർമ്മണി അപിരത, അവനവന്റെ കർമ്മമേഖലകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കരുത്. സംസിദ്ധിം ലഭതേ നര, നിനക്ക് സംസിദ്ധി കിട്ടും. എന്നിട്ട് ഭഗവാൻ പറയാണ്, അടുത്ത ശ്ലോകം അതിഗംഭീരമാണ്. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവാം. പ്രവൃത്തിർഭൂതാനാം ഏന, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ മനസ്സും ശരീരവും ഒക്കെ പ്രവൃത്തി ചെയ്യുന്നത്, ഇതം സർവം, അത് മുഴുവൻ, അതാണ് അതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ആരിലാണ് ഇതൊക്കെ നടക്കുന്നത്? ഏതൊരു ഭഗവത് സാന്നിധ്യം കൊണ്ടാണോ മനസ്സും
മനസ്സുണരുന്നതും ശരീരമുണർന്ന് പ്രവർത്തിക്കുന്നതും ആ ഭഗവാനെ സ്വകർമ്മണ അഭ്യർച്ച്യ, സ്വന്തം കർമ്മത്തിലൂടെ അഭ്യർച്ച്യ എന്ന് പറഞ്ഞാൽ അർച്ചിച്ചാലും. അപ്പൊ എങ്ങനെയാ നമ്മൾ ജീവിതത്തെ കാണേണ്ടത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മവും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളായി കണ്ട് അതിലൂടെ നിങ്ങൾ പൂജിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പൊ നമ്മൾ അതിനെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മൾ ചെയ്യുന്നു തോന്നരുത്. ഇതെല്ലാം എന്നെ ഭഗവാൻ ഏൽപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താവിനെ നോക്കുന്നത്, ഞാൻ കല്യാണം കഴിച്ച ഭർത്താവിനെ നോക്കുന്നു എന്ന് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവുന്നത്, പ്രതീക്ഷകളൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഇതെന്നെ ഭഗവാൻ ഏൽപ്പിച്ച കർത്തവ്യം, ഞാനത് ഭംഗിയായിട്ട് ചെയ്യണം. അപ്പൊ പിന്നെ ഏറ്റുമുട്ടലില്ലേ കുടുംബത്തില്? കാരണം മനുഷ്യ മനസ്സ്, ശ്രദ്ധിക്കണേ, വിവാഹം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. എന്നെ നോക്കുമെന്നൊരു പ്രതീക്ഷ, എനിക്ക് സുഖം തരുന്നുള്ളൊരു പ്രതീക്ഷ, എന്നെ സംരക്ഷിക്കുന്നുള്ള പ്രതീക്ഷ, ആണോ അല്ലയോ? പക്ഷേ നമ്മൾ അടുക്കും തോറും നമുക്ക് മനസ്സിലാവും ഒരാൾക്കും മറ്റൊരാളെ പരിപൂർണമായി സന്തോഷിപ്പിക്കാനോ സംരക്ഷിക്കാനോ സാധ്യത. എന്ന് മാത്രമല്ല, സ്വഭാവങ്ങളിൽ പലപ്പോഴും വൈവിധ്യങ്ങളുണ്ടാവും. പലപ്പോഴും നമുക്ക് അടുക്കുമ്പോഴാണ് മനസ്സിലാവുക മറ്റൊരാളുടെ സ്വഭാവത്തോട് നമുക്ക് പരിപൂർണമായി യോജിക്കാൻ സാധ്യമല്ല. അന്ന് എല്ലാവരുടെ ജീവിതത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഉത്സാഹങ്ങളൊക്കെ കുറഞ്ഞു വരും. പിന്നെ നമ്മളൊരു യാന്ത്രികമായി ജീവിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കല്യാണ ജീവിതത്തിന്റെ സ്പിരിറ്റ് പോകുന്നത്. രാവിലെ എണീക്കണോ, പുട്ടുണ്ടാക്കണോ, കടല ഉണ്ടാക്കണോ, വേണമെങ്കിൽ കഴിച്ചോളൂ, വേണ്ടെങ്കിൽ കഴിക്കണ്ട, കോൾ ഉണ്ടെങ്കിൽ ചെല്ലുന്ന, ഉള്ളിൽ കാൾ ഉണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ ആ രീതിയിലാവുമ്പോണ്ടല്ലോ ഒരു ഇൻസ്പിരേഷൻ പോകും ജീവിതത്തിന്. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുന്നു എന്റെ എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിൽ നോക്കരുത്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ. അങ്ങനെ നോക്കുമ്പോ സ്വകർമ്മണ തം അഭ്യർച്ച്യ, ആ കർമ്മം കൊണ്ട് തന്നെ ആരെ പൂജിക്കാം? ഭഗവാനെ. സിദ്ധിം വിന്ദതി മാനവ, അതിലൂടെ മനസ്സിനെ നിങ്ങൾക്ക് ക്രമേണ ഉയർത്താൻ. അപ്പൊ നോക്കൂ, പ്രവൃത്തിയല്ല നമുക്ക് മാറ്റേണ്ടത്, പ്രവൃത്തിയോടുള്ള സമീപനം നമ്മൾ മാറ്റരുത്. ഏത് ഭാവനയിൽ നമ്മൾ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഇല്ലയോ? ആ ഭാവനയാണ് ഗംഭീരം. രാസലീല കാണണ്ടായി. ഒരു നിമിഷ നേരത്തേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ ഭാവന വൃന്ദാവനത്തിലേക്ക് പോവാണ്. നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് അത് കൃഷ്ണനും രാധയൊക്കെയാണ്, തോന്നിപ്പോവാണ്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് ആ പഴയ കാലങ്ങളുടെ ഒരു സംഭവത്തിലേക്ക് അറിയാതെ നമ്മൾ പോകുന്നു. അതുവരെ നമ്മളൊരു കാഴ്ചക്കാരാണ്. പക്ഷെ കുറച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ആ കാഴ്ചക്കാരെന്നുള്ളതിൽ പോയി നമ്മൾ അതിലേക്ക് ലയിക്കാൻ തുടങ്ങും. ശരിയല്ലേ അത്? ഇതുപോലെ നമ്മുടെ മനസ്സ് ഏത് ഭാവനയിൽ കാണുന്നോ അതിനനുസരിച്ച് നമുക്കതിന്റെ അനുഭവം വ്യത്യസ്തമായിട്ട് വരും. എന്നിട്ട് പറഞ്ഞു ഭഗവാൻ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനിഷ്ഠിത സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കൽബിഷം. കുർവൻ ആപ്നോതി, എല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യേണ്ടത്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, അവനവന്റെ ധർമ്മം വിഷമമുള്ളതാണെങ്കിലും അത് സർവോത്കൃഷ്ടമായി ചെയ്യണം. ഇപ്പൊ രണ്ടു തരം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സ്വധർമ്മം, രണ്ടു തരം ധർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏതിന്റെയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു? ഒന്ന് ശരീരത്തിന്റെ ധർമ്മം. ശരീരം യാത്ര ചെയ്യുന്നത് മണ്ണിലേക്കാണ്, മനസ്സ് യാത്ര ചെയ്യേണ്ടത് അതും നമ്മൾ ധർമ്മമായിട്ട് എടുത്തുകൊള്ളണം. ഇത് രണ്ടും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ശരീരം അതിന്റെ രീതിയിൽ പോയിക്കോളും, മനസ്സാരിലേക്ക് തിരിഞ്ഞോളും? ഭഗവാനിലേക്ക്. എന്നിട്ട് ഭഗവാൻ പറയാണ്, വളരെ ശ്രദ്ധിക്കണം, 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭക്ത്യാ മാമഭിജാനാതി യാവാന്യസ്യാസ്മി തത്വദാം തതോ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയാ മാം അഭിജാനാതി, ഭക്തിയിലൂടെ എന്നെ അറിയാൻ പറ്റും. ഭക്തി എന്ന് പറഞ്ഞാൽ ഓർക്കണം, അനന്യ ചിന്തയാണ് ഭക്തി. ഭഗവാനിലേക്കുള്ള നിരന്തരമായ ചിന്ത, അനന്യബോധത്തോടുള്ള ചിന്ത. ആ ചിന്ത കൊണ്ട് എന്നെ അറിയാൻ സാധിക്കും, എന്നെ താത്വികമായി അറിയാൻ സാധിക്കും. തതോ മാം തത്വതോ ജ്ഞാത്വ,
ഭഗവാനെ ഇങ്ങനെ തന്നെ അറിയണം. വളരെ ഉറപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. ഏത് രൂപത്തിൽ കാണണം? താത്വികമായി അറിഞ്ഞിട്ട്, ജ്ഞാത്വാ അങ്ങനെ അറിഞ്ഞിട്ട്, വിശദേ തത് അനന്തരം, വിശദേ ആവിശദേ, വിശിക്ക് പ്രവേശ്യതേ, വിശദേ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. ആരിലേക്ക്? അപ്പൊ ഈ മനസ്സ് ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞ് ഈ മനോവിചാരങ്ങളൊക്കെ ആരിലേക്ക് തിരിയണം? ഭഗവാനിൽ ലയിക്കണം. അപ്പോഴേ നമ്മൾ ഭഗവാനിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഒരു മുറിയുടെ അകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കലാണ്. അപ്പൊ ഭഗവാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനിലേക്ക് പരിപൂർണമായി മനസ്സ് ചേരുക തന്നെ വേണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ അവസാനത്തെ ഒരു അവസ്ഥ എന്തായിരിക്കണം വെച്ചാൽ, ശരീരബോധത്തിൽ നിന്ന് മനസ്സ് വിട്ട് ഭഗവത് ബോധത്തിലേക്ക് മനസ്സ് ലയിക്കണം, മെൽറ്റ് ചെയ്യണം, ഡിസോൾവ് ചെയ്യണം. അത് കംപ്ലീറ്റ്ലി അതിലേക്ക് തീരണം. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ഉപ്പുപാവ കടലിന്റെ ആഴം അളക്കാൻ പോയതുപോലെ ഒരു കഥ പറയത്തേ. അപ്പൊ കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഉപ്പുപാവയുടെ അവസ്ഥ എന്താണ്? അത് അലിഞ്ഞലിഞ്ഞു. ഇതുപോലെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ ആഴം അളക്കുന്തോറും അങ്ങനെ ഇറങ്ങി ചെല്ലും. ഇപ്രകാരം പറഞ്ഞ്, അതുകൊണ്ട് അർജുന, ഇതാണ് ജീവിത സത്യം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാം. യാതൊരു സംശയം ഉണ്ടാവരുത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ. എവിടെയുണ്ട് ഈശ്വരൻ? നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ അണ്ണുപോലും സംശയം ഉണ്ടാവരുത്. വെർ ഈസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർ ഈസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തരം? എല്ലാവരുടെ അങ്ങനെയല്ല പറയേണ്ടത്. എല്ലാവരും ഭഗവാനിലാണ് ഇരിക്കുന്നത്. എല്ലാവരെയും നിലനിർത്തുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഭഗവാൻ ഒരിടത്ത് കുരുങ്ങി നിൽക്കുന്നവനായി. എന്നാൽ എല്ലാവരും ഭഗവാനിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിലനിർത്തുന്നത്, ഉണർത്തുന്നത് ഭഗവാൻ. നിങ്ങളുടെ മനസ്സിനെ ശരീരവുമായി കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളല്ല, അത് ആ ശക്തി തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കോളും. അപ്പൊ പിന്നെ ഭഗവാൻ ഇല്ലാത്തൊരു സമയമുണ്ടോ? ആ ശക്തിയൊക്കെ നമുക്ക് തോന്നണ്ടേ? നമ്മൾ തളരാൻ പാടുമോ? എന്താ നമ്മൾ ആദ്യം പഠിച്ചത്? എന്ത് മന്ത്ര പഠിച്ചത്? 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. ഒന്ന്, മാശുജ. ആരെന്ത് പറഞ്ഞാലും മാശുജ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. മാശുജ എന്ന് പറഞ്ഞാൽ കുളിക്കരുത് എന്നല്ല. മാശുജൻ തളരുത്, പരാതി പറയരുത്. അപ്പൊ നിങ്ങളൊരു ഉപദ്രവകാരിയാവില്ല. നമ്മൾ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ പോയി പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ വരുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയെ മുഴുവൻ വെറുപ്പിക്കുന്നതാക്കുന്നത് പരാതിയും വിഷമങ്ങളൊക്കെ പറയുമ്പോഴാണ്. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് സ്വഭാവം മാറ്റാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കും, വളരെ വളരെ ശ്രദ്ധിക്കും. എങ്ങനെയാ നമ്മുടെ വ്യക്തിത്വം മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളത്. നമ്മളെക്കുറിച്ച് പോകുന്നതിന് മുമ്പ് ഒരാൾക്കും എന്തുണ്ടാവരുത്? ഒരു പരാതിയും വിഷമങ്ങളും ഉണ്ടാവരുത്. വളരെ വളരെ ശ്രദ്ധിക്കണേ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായ. ഇത് മനസ്സിലാക്കാത്തവരൊക്കെ ഭഗവാന്റെ മായയിൽ എന്ത് ചെയ്യണം? കറങ്ങിക്കൊണ്ട് ഈ ശരീരബോധത്തിൽ ഒട്ടിനിൽക്കുന്ന മനസ്സിന് ഈശ്വരബോധത്തിലേക്ക് എത്തുന്നത് വരെ ശരീരങ്ങളെടുത്ത് വീണ്ടും വിട്ട് വീണ്ടും എടുത്ത് പുനരഭിജനനം, പുനരഭിമരണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാൽ പരാം ശാന്തിം യഥാ സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. തമേവ ശരണം ഗച്ഛ. ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? വളരെ ശ്രദ്ധിക്കണേ. ഭഗവാൻ പറയുന്നത് അമ്പലത്തിലിരിക്കുന്ന ഒരു വിഗ്രഹത്തിലല്ല ശരണം പ്രാപിക്കാൻ. ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? തൃശ്ശൂര് പോയിട്ട് ശരണം പ്രാപിക്കണോ? ഈശ്വര സർവഭൂതാനാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പൊ നമ്മള് ശരണം പ്രാപിക്കേണ്ടുന്ന മനസ്സും ശരണം പ്രാപിക്കേണ്ടുന്ന മനസ്സും ശരണം അടയേണ്ടുന്ന ഭഗവാനും രണ്ടും എവിടെ ഇരിക്കണോ? നല്ല പ്രയാസമല്ലേ ഇത്?
കുഴപ്പക്കാരനും നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, നേരെയാക്കാൻ കഴിവുള്ള ഒരാളും നമ്മുടെ ഉള്ളിലാണ്. രോഗിയും നമ്മുടെ ഉള്ളിലാണ്, ഡോക്ടറും നമ്മുടെ ഉള്ളിലാണ്. വൈദ്യോ നാരായണോ ഹരി ശരീരേ ജർജരീഭൂതേ വ്യാധിഗ്രസ്തേ കളേഭരേ ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരി. അപ്പൊ രോഗിയും നമ്മുടെ ഉള്ളിലാണ്. പക്ഷെ ഇന്ന് മനുഷ്യർക്ക് അതാണോ തോന്നുന്നത്? അവര് രോഗിയെ അവരായിട്ട് കണക്കാക്കും, ഗുരുവായൂരിലുള്ള ഭഗവാൻ വൈദ്യരായിട്ട് കണക്കാക്കും. അവിടെ ചെന്ന് കരഞ്ഞ പിടിച്ച് പറഞ്ഞാലേ അവർക്ക്, അവിടെ ചെന്ന് ശരണം പ്രാപിച്ചാലേ അവർക്ക് സമാധാനമുള്ളൂ. ചിന്തിക്കൂ. അപ്പൊ ഈശ്വരൻ നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നെങ്കിൽ ശരണം പ്രാപിക്കേണ്ടതും ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് നമ്മൾ പിടിച്ചാൽ മതിയോ? ഈശ്വരന്റെ കാല് പിടിക്കണമെന്നല്ലേ പറയാറ്? അപ്പൊ ഈശ്വരൻ ഭർത്താവിലും ഉണ്ട്, മക്കളിലും ഉണ്ടെങ്കിൽ ആരുടെ കാല് പിടിക്കുക എന്നുള്ളത് മനസ്സിലായില്ല. വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറയുക, ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, തമേവ ശരണം ഗച്ഛാ സർവഭാവേന ഭാരത. കാരണം ഞാൻ നിങ്ങളിലിരിക്കുന്ന ഈശ്വരന്റെ കാല് പിടിച്ചതുകൊണ്ടാവോ? ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കണേ. ഈ പറയുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിക്കൂടെ ധരിച്ചു വെച്ചിട്ടുണ്ട്. ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് ശരണം എന്ന് പറയുക, അല്ലാതെ കാല് പിടിക്കുന്നതിനെയല്ല. കാലുകൾ ഒരു പ്രതീകമാണ്. ശ്രദ്ധിക്കുക, ഈ പറയുന്നത് ഈശ്വരന്റെ കാൽക്കൽ ശരണം പ്രാപിക്കൂ. സറണ്ടർ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് പറയാറില്ലേ? ദ ഫീറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആശ്രയം എന്നാണ്. ഈ കാലുകളുണ്ടല്ലോ ശരീരത്തിന്റെ ആശ്രയമാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ തന്നെ ആശ്രയമാണ് ആര്? ഭഗവാൻ. അപ്പൊ ഭഗവാനാകുന്ന ആശ്രയത്തിന്റെ പ്രതീകം മാത്രമാണ് ഏത്? കാലുകള്. മനസ്സിലായില്ലേ? ഈ മഹാത്മാക്കളൊക്കെ സമാധി കഴിഞ്ഞ് അവരുടെ മെതിയടി പൂജിക്കാൻ വെക്കും. ഈ മെതിയടികൾ എന്തിന്റെ പ്രതീകം വെച്ചാൽ അവരേതൊരു അറിവിലാണോ ജീവിച്ച ആ അറിവിന്റെ പ്രതീകമായിട്ടാണ് ഈ മെതിയടി. ഭഗവാന്റെ മെതിയടികൾ കൊടുത്തു ഉദ്ധവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലിലിട്ട ചെരുപ്പ് കൊടുത്തു എന്നല്ല അർത്ഥത്തിന്. ഞാൻ ഏതൊരു സത്യത്തിലാണോ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ സത്യത്തിൽ തന്നെ നീയും മനസ്സിനെ ഉറപ്പിക്കും. അതിന്റെ ഒരു പ്രതീകമാണ് ഏത്? മെതിയടികൾ. കാരണം നമ്മൾ ഈ ഭജനകളൊക്കെ പാടുമ്പോഴേ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ വീണാൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഓരോ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അടിയൻ കാൽക്കൽ വീഴുന്നേൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഗുരുവായൂരിലിരിക്കുന്ന വിഗ്രഹത്തിന്റെ കാൽക്കൽ വീണാൽ എല്ലാം ശരിയെന്ന്. കാലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാനാകുന്ന ആശ്രയം, അതിലേക്ക് മനസ്സാകുന്ന ആ ശക്തിയെ നമ്മൾ സമർപ്പിക്കണം. ഇതാണ് സർവഭൂത. ഭഗവാൻ പറയുന്നു തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽ പ്രസാദാൽ പരാം ശാന്തി. ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്ത് കിട്ടും? പരമമായ ശാന്തി. അപ്പൊ ശാന്തി കിട്ടാൻ എവിടെയാ പോകേണ്ടത്? എവിടെയാ പോവേണ്ടത്? എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ? എവിടെ തന്നെയുണ്ട്? നമ്മള് ശാന്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ചിന്തകളെ ഭഗവാനിലേക്ക്, അതാണ് നമ്മൾ സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ശാന്തി കിട്ടാത്തത്. മറ്റുള്ള ശാന്തികളൊക്കെ ടെമ്പററിയാണ്. അതും അമ്പലത്തിൽ പോയ ശാന്തി കിട്ടുന്ന പലരും പറഞ്ഞാലും ഈ ശാന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ സുഖമായി തൊഴാൻ പറ്റുമ്പോഴും മാത്രമേ ഉള്ളൂ. ആണോ അല്ലയോ? ഭയങ്കര ഇടിയും തള്ളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഒരു സുഖമില്ല എന്ന്. ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചിലപ്പം സുഖമായി തൊഴുതാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് സുഖം, എന്തോ ഒരു സുഖം, ശാന്തിക്ക് തോന്നണമെന്ന്. എന്നാൽ നല്ല ഇടിയും നിങ്ങൾ ഒരു തെറി ഇടിക്ക് അവിടെ എത്തിച്ചു, അടുത്ത ഇടിക്ക് ഇവിടെ എത്തിച്ചു. വാച്ച്മേ അല്ല, എന്താണ് കാവൽക്കാരൻ പിടിച്ചൊരു തൂക്കലും മുന്നോട്ട് മുന്നോട്ട് എന്ന് എല്ലാവരും ചീത്തയും പറഞ്ഞ് ബഹളവും വിളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സുഖമില്ല. അപ്പൊ ഗുരുവായൂരപ്പൻ അന്നെന്താ ഇല്ലാതിരുന്നോ? അന്നെന്താ സുഖം തോന്നാത്തത്? ചിലർ രണ്ടാമത്തെ ക്യൂലും പോയി നിൽക്കും സുഖം പോരാന്നും പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും വേറെ തള്ളല് വരുന്നത്. കാണാതെ ഈ പരിഭ്രമങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണത്? മനസ്സിന് ഒരു സുഖം തോന്നുമ്പോഴേ ശാന്തി കിട്ടുകയില്ല. അപ്പൊ മനസ്സിനെ ലയിക്കാൻ പറ്റണം. ലയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശാന്തി തോന്നില്ല. അപ്പൊ മനസ്സിനെ ഉള്ളിൽ ലയിപ്പിക്കാൻ പരിശീലിപ്പിച്ചാലോ എപ്പ വേണമെങ്കിലും നമുക്ക് ശാന്തി സമാധാനം കണ്ടെത്താം. അപ്രകാരം തൽപ്രസാദാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. സ്ഥാനം പ്രാപ്സ്യസി, നിനക്ക് എന്റെ സ്ഥാനം, ശാശ്വതമായ സ്ഥാനം പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്താണ്? ഈശ്വരൻ കൂടെയാണെന്ന് മനസ്സിലാക്കി ആ ഈശ്വരനിലേക്ക് മനസ്സിനെ സമർപ്പിക്കണം. എന്നിട്ട് ഭഗവാൻ പറയുന്നു
ഇതി തേ ജ്ഞാനമാഖ്യാതം